സോ ഹേ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞിട്ടില്ല, ഇൻഡസ്ട്രിയൽ ടോപ്പിക് കഴിഞ്ഞിട്ടില്ല, ഇൻഡസ്ട്രീസ് കഴിഞ്ഞിട്ടില്ല, തേർഡ് പാർട്ടാണ് ആക്ച്വലി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു, ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് സെയിം ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് ഗവൺമെൻറ് കമ്പനീസ്. ഗവൺമെൻറ് കമ്പനി എന്ന് വെച്ചാൽ എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് or by any state government or governments or partly by the central government and partly by one or more state government. ഒന്നോ രണ്ടോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ് 51% കൂടുതൽ ഷെയർസ് ഏതെങ്കിലും കമ്പനിയുടേത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അത് ഗവൺമെൻറ് കമ്പനീസായിട്ട് അവർ കരുതും. 100% ഗവൺമെൻറ് ആയിരിക്കില്ല, ഗവൺമെൻറ് തുടങ്ങിയതായിരിക്കില്ല, പക്ഷേ ആ കമ്പനിയുടെ 51% കൂടുതൽ ഷെയർസ് ഗവൺമെൻറ് കയ്യിൽ, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിൽ, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒന്നിച്ച്, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിൽ ഷെയർസ് ഉണ്ടെന്നാണെങ്കിൽ അതൊരു ഗവൺമെൻറ് കമ്പനിയായിട്ട് പ്രഖ്യാപിക്കും. ഫോർ എക്സാമ്പിൾ CIL, EIL, HPCL, BPCL, IOCL, REL, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ആക്ച്വലി ഉണ്ട്, മനസ്സിലാക്കുക. ഓട്ടോണമസ് ബോഡീസ് എന്ന് വെച്ചാൽ തുടങ്ങിയത് വേറെ ആരെങ്കിലും ആയിരിക്കും, പക്ഷേ അത് അതിനുശേഷം ഗവൺമെൻറ് ആയിട്ട് എയ്ഡായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. അതാണ് ഓട്ടോണമസ് ബോഡീസ്. ദീസ് ആർ സെറ്റപ്പ് ആസ് പെർ ദി എക്സിജൻസീസ് ഓഫ് ടൈം ആൻഡ് ഡിസ്ചാർജ് ഫംഗ്ഷൻസ് outside the governmental setup with some amount of independence and flexibility. These are set up by the ministry's department concerned and are funded through grants in aid, either fully or partially, depending on the extent to which such institute generates internal resources of their own. Maybe ഇത് തുടങ്ങിയത് വേറെ ഏതെങ്കിലും ആൾക്കാരായിരിക്കാം, പക്ഷേ അതിനുശേഷം അതെങ്കിലും മിനിസ്ട്രി ഏറ്റെടുത്തു, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തു, ഒരു എയ്ഡഡ് കോളേജൊക്കെ ആയിട്ട് നടത്തൂലേ, അതാണ് ഓട്ടോണമസ് ബോഡീസ്. സച്ച് ആസ് ഓർഡിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, എയിംസ് ന്യൂ ഡൽഹി, IIT ബോംബെ, IIT ഡൽഹി, ഇതൊക്കെ. അതേപോലെ തന്നെ IIM. ഇതിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലും തുടങ്ങി അതിനുശേഷം ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്നതായിരിക്കും. ചിലത് 100% ഗവൺമെൻറ് ആയിട്ട് തുടങ്ങി, പക്ഷേ വേറെ ആർക്കെങ്കിലും അതിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും. സോ അങ്ങനെയുള്ളതാണ് ICAR, അഗ്രികൾച്ചറൽ, CSIR, ജാമിയ മില്ലിയ ഇസ്ലാമിയ, സോ എക്സെട്ര. ഇത് ചിലപ്പോൾ തുടങ്ങിയത് ഇതിൽ ഏതെങ്കിലും ഒന്ന് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, പക്ഷേ അതിനുശേഷം അത് ഗവൺമെൻറ് ആയി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ തുടങ്ങിയതും ആയിരിക്കാം. സോ പക്ഷേ വേറെ ആരെങ്കിലും മാനേജ്മെൻറ്റ് ആയിട്ട് അതിലുണ്ടാവും, ഷെയർസ് കയ്യിലുള്ള ആൾക്കാർ, എക്സെട്ര. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഈ ഒരു ആക്ടിൽ പറയുന്നത് കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ദാറ്റ് റെഗുലേറ്റ്സ് ഇൻകോർപ്പറേഷൻ, മാനേജ്മെൻറ്റ്, ഗവേണൻസ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സകല കമ്പനീസിനും കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ആയിരുന്നു. പക്ഷേ അതിനുശേഷം അമെൻഡ് ചെയ്തിട്ട് വേറൊരു ആക്ട് കൂടെ അതിനുശേഷം വേറെ പല ആക്ടും കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കും. ഇറ്റ് വാസ് ഇനാക്റ്റഡ് ടു റീപ്ലേസ് ദ കമ്പനീസ് ആക്ട് 1956 ആൻഡ് അലൈൻ ഇന്ത്യസ് കോർപ്പറേറ്റ് ലോസ് വിത്ത് മോഡേൺ ബിസിനസ് പ്രാക്ടീസ് ആൻഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ആദ്യം ഉണ്ടായിരുന്ന 1956 കമ്പനീസ് ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് 2013 ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. ഇത് പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള രാജ്യത്തുള്ള സകല തരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള എല്ലാ ബിസിനസ് എൻ്റർപ്രൈസസിനെയും കൺട്രോൾ ചെയ്യാനാണ് ഇവർ സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചത്. ദ ആക്ട് അലോങ് വിത്ത് ഇറ്റ്സ് സബ്സിക്വൻറ്റ് അമെൻമെൻറ്റ്സ് ഈസ് എ ക്രൂഷ്യൽ പീസ് ഓഫ് ലെജിസ്ലേഷൻ ദാറ്റ് ഗവേൺസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ കമ്പനി ലോ ഇൻ ഇന്ത്യ. ബട്ട് സ്റ്റിൽ ഇതിനെ അമെൻഡ് ചെയ്തിട്ട് അതിനുശേഷം വേറൊരു ആക്ടൂടെ പാസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് ആക്ടാണെന്നുള്ളത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചുള്ളത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.